ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗ്ലൂരിയൻ ചിക്കൻ സുക്ക. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 1 കിലോ ചിക്കൻ, 2 സവാള ഉള്ളി സ്ലൈസ് ചെയ്തത്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഏകദേശം ഒരു 2 കപ്പോളം തേങ്ങ തിരുമിയത്, അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടി, 2 ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാൻഡർ, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പുളി എടുത്തു വെച്ചിട്ടുണ്ട്, ടാമറിൻ, പിന്നെ കുറച്ച് മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് അതൊന്ന് പ്രത്യേകം മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകപ്പൊടി എടുത്തു വെച്ചിരിക്കുന്നത് മഞ്ഞളിട്ട് ഒന്ന് ചതച്ച് എടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഒരു സവാള ഉള്ളി നമ്മൾ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അതിനുശേഷം ഞാൻ ഉള്ളി ഇട്ടപ്പോഴേ ഭയങ്കര സൗണ്ട്, അപ്പം മൈ ഡോട്ടർ വാസ് ഹെൽപ്പിംഗ് മീ, അപ്പോൾ പുള്ളിക്കാരത്തി അവിടെ ചിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 2-3 ഫെനുഗ്രീക്ക് സീഡ്സ് ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ഫെനുഗ്രീക്ക് സീഡ്സ് ഇടുക. ഇത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ഇടുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു നല്ല കളർ ആവണം. സോ ഇത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു മീഡിയം പരുവത്തിലായി കഴിഞ്ഞാൽ ആഡ് ദ ചിക്കൻ. ചിക്കൻ ആഡ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഒരു 15 മിനിറ്റ്സോളം നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ 15 മിനിറ്റ്സോളം ഒന്ന് അടച്ച് വെക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പിടാൻ മറക്കരുത്, ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് അടച്ച് വെക്കുക. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് പിന്നെയും നമ്മളിതൊന്ന് അടച്ച് വെക്കുക. നന്നായിട്ട് ഇളക്കി, അതും മീഡിയം ഫ്ലെയിമിൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് കുക്കാവുന്ന വരെ അടച്ചു വെക്കുക. ഇത് മാംഗ്ലൂർ, കർണാടക ഏരിയയിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആയ ഒരു ഡിഷാണ്. ആൻഡ് ഞാൻ ഹയർ സ്റ്റഡീസൊക്കെ അവിടെയാണ് പഠിച്ചത്. ആ സമയത്ത് ഇത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്. നിങ്ങൾ ഇത് വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അധികം കുക്കിംഗ് ടൈം ഒന്നും വേണ്ട. ഓവറോൾ ഒരു 30-35 മിനിറ്റ്സ് കൊണ്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇറ്റ്സ് വെരി ഈസി ടു പ്രിപ്പയർ. ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ച് കൊടുക്കുക. പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക, ഒന്ന് വേകുന്ന വരെ. അടച്ചു വെച്ച് കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തിട്ട് നമുക്കിനി തേങ്ങ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് അത് ഇട്ട് മിക്സ് ചെയ്യുക. തേങ്ങ, മഞ്ഞളും ജീരകവും ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന എടുത്തിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മേ ബി ഒരു 5 മിനിറ്റ്സ് കൊണ്ട് അതൊന്ന് ഡ്രൈ ആവും. ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓണിയൻ എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക.
നമ്മുടെ ചിക്കൻ സുക്ക ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ മേ ബി ഇറ്റ് വിൽ ടേക്ക് അനദർ 5 minutes. ഒരു 5 minute കൂടെ വേണ്ടി വരുമായിരിക്കും. 5 minute കഴിയുമ്പോഴത്തേക്ക് നമുക്കത് സെർവ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ വീഡിയോസ്. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ആൻഡ് പുട്ട് യുവർ കമൻറ്റ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.